ചേട്ടാ ഉച്ചയ്ക്ക് മുന്നേ ലീവ് എടുക്കുവോ? നമുക്ക് പുറത്തുപോയി കറങ്ങിയിട്ടൊക്കെ വരാം. ലീവ് അതെ, നമുക്ക് വേറെ ദിവസം ഇന്ന് തന്നെ പോവാം പ്ലീസ്. ഇന്ന് പോകാൻ പറ്റില്ല മോളെ, നമുക്ക് വേറെ ദിവസം. അല്ല ഇന്ന് പോവാം. ഇതാരാ? ഇതെന്റെ കൂടെ അവിടെ ജോലി ചെയ്യുന്ന ഫാസില്. ആണോ? മുടി വിഗാണോ? ഇത് ഒറിജിനലാണ്. അപ്പൊ വരുമോ? നോക്കട്ടെ വരണം. നീ ഇവനെ ബുദ്ധിമുട്ടിക്കണമെന്നില്ല, ഞാൻ കൊണ്ടുവന്ന് കാണിച്ചു തരാം വണ്ടിയിൽ. അതിന് ചേട്ടന് ബുദ്ധിമുട്ടൊന്നും ആവത്തില്ല അല്ലേ ചേട്ടാ? നോക്കട്ടെ ശരി കേട്ടാ. അപ്പൊ എന്താ ജയമന്തി? ടാറ്റാ. ചേച്ചി ഒരു ഭാഗ്യവതി തന്നെ. എന്താ? അല്ല ഇത്രയും സുന്ദരനായ ഭർത്താവിനെ കിട്ടിയില്ലേ? ശ്രീകരം കൊള്ളാം, നന്നായിട്ടുണ്ട്. അവളെന്തേ കാണിക്കണ? അവന്റെ കയ്യിലൊക്കെ കയറി പിടിക്കണ എന്തിനാടി അവള്? എന്റെ ജീവിതം പോയി. ആ മീനാക്ഷി അമ്മയുടെ മോക്ക് സംഭവിച്ച പോലെ തന്നെയാവും അവസാനം. അയ്യേ, നീ അങ്ങനെ കരയേണ്ട കാര്യമൊന്നുമില്ല. എനിക്ക് തോന്നണേ ആ പെണ്ണെന്തോ അന്തം കെട്ട പെണ്ണാന്ന് തോന്നണം. അത് അങ്ങനെയൊക്കെ കാണിക്കണം, അല്ലാതെ മനസ്സിലൊന്നും വെച്ചിട്ടൊന്നും ആയിരിക്കൂല. അന്തം കെട്ട പെണ്ണ് നാത്തൂനൊരു അനുഭവം ഉണ്ടാകുമ്പോ പഠിച്ചോളൂ. അയ്യടാ, നാത്തൂന് അനുഭവം? എന്റെ ക്ലീറ്റോന് എനിക്ക് നല്ല വിശ്വാസാ. ഇത് നമ്മുടെ മുഖം ഇങ്ങനെ ചാണത്തി ചോട്ടാണിരിക്കണ. എന്താ അമ്മേ? എനിക്ക് ഒരു സമാധാനം ഇല്ലടി. ആ പെണ്ണ് ആള് ശരിയല്ല. അവൾ എന്റെ ചെറുക്കനെ കൊണ്ട് നാട് വിടുമെന്നാ എനിക്ക് തോന്നുന്നത്. കണ്ടമ്മ, ഞാൻ എന്ത് ചെയ്യും? അത് നീ പറയുന്ന എന്തിനാ? ഞാൻ കനകന്റെ കാര്യമല്ല പറഞ്ഞത്. അയ്യോ, പിന്നെന്താ ക്ലീറ്റോ ആണോ? ക്ലീറ്റോ അവിടെ ഉണ്ടോ? ക്ലീറ്റസിന്റെ കാര്യമല്ല, ഞാൻ എന്റെ ചെറുക്കന്റെ കാര്യം പറഞ്ഞതാ, അഴകന്റെ കാര്യം. രണ്ടും കൂടെ അകത്ത് എന്തോന്നു കൂത്തായി കാണിക്കുന്നത്. പ്രശസ്ത സാഹിത്യകാരൻ മാധവൻകുട്ടി നിര്യാതനായി. 78 വയസ്സ്, അവിവാഹിതൻ. കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അല്ല അമ്മ എന്താ കല്യാണം കഴിക്കാതെ? അതൊക്കെ ഇപ്പൊ പ്രായത്രയല്ലേ കുട്ടി. പ്രായോ? ചെറുപ്പക്കാരനല്ലേ അമ്മാവൻ. ഇനി വേണേലും കേട്ടാ നമുക്ക് നോക്കാം. സത്യം. അതൊക്കെ ഈ തറവാട്ടില് പിറന്നോണ്ടേ. അത് നാളൊക്കെ നോക്കിയിട്ടാണ് നമുക്ക് കല്യാണം കഴിക്കാൻ. ഇപ്പൊ ആരെങ്കിലും നാളും ജാതൊക്കെ നോക്കോ? ഇപ്പൊ എല്ലാം ലവ് മാരേജ് അല്ലേ, വീട്ടിൽ പറയാ കെട്ടിച്ചു കൊടുക്ക. ഇതൊക്കെ നോക്കാം. നമുക്ക് നോക്കാന്ന്. ഒന്നും മിണ്ടാണ്ടിരിക്കും. ഭർത്താവിനെ കെട്ടിയിട്ട് ഭാര്യ കാമുകന്റെ കൂടെ ഒളിച്ചോടി. പാവാ ചേട്ടന്റെ ഗതിയെ. എന്താ ചെയ്യ? കണ്ടില്ലേ ചേച്ചി, ഇങ്ങനൊന്നും ആ ചേട്ടന്മാരെ ഇട്ടിട്ട് പോവല്ലേ. പാവം ചേട്ടന്മാരാ. എന്താ കനക നീ ആ പോസ്റ്റിനെ പിടിച്ച് ക്ലിയറിനാ? ആ ജമ്പർ മാറ്റി കൊടുക്കുന്നു. എന്താണ്? പിന്നെ നിനക്കാണ് കയറി ശരിയായി കൂടായിരുന്നടാ. ഞാനല്ലേ ദിവസവും കയറണ, നീ കയറാതെ പണി മറന്നു പോയാ. ഓക്കെ അന്നിങ്ങോട്ട് പോര്. അയ്യോ, എന്തായി? ഒന്നുമില്ല. അതെ കനക, രാവിലെ തൊട്ട് നിന്നോട് ഒരു കാര്യം പറയണമെന്ന് ഞാൻ കരുതിയാണ്. അതെയോ? എന്നാ പറഞ്ഞോ. ഇവിടെ ഇരിക്കേ. എന്താണ്? അതെ, അയ്യോ, നീ എന്തും ഭാവിച്ചാണ് ആ പെണ്ണിനെ വീട്ടിൽ കയറ്റി താമസിപ്പിച്ചാണ്? ഏത് പെണ്ണ്? ഏത് പെണ്ണ? കണ്ടില്ലേ അമ്മോട്? എടാ, അത് ഞങ്ങളുടെ ബന്ധത്തിലുള്ള ഒരു പെൺകുട്ടിയാണ്. പക്ഷെ എനിക്ക് അവള് റോങ് ആയിട്ടാണ് തോന്നണ. ഒരു കുഴപ്പമില്ല, അവള് ബോംബെയിലൊക്കെ ജനിച്ച് വളർന്നത് പെണ്ണാ. അവള് ഭയങ്കര സോഷ്യലായിട്ട് ഇടപെടണമെന്ന് മാത്രമേ ഉള്ളൂ. അത് ശരി. സോഷ്യലായാലും സയൻസ് ആയാലും ഞാനൊരു കാര്യം പറഞ്ഞതേ, ബോംബെയിൽ വല്ല നൂലാമാല ഉണ്ടാക്കിയിട്ടാണ് അവള് വന്നേക്കണത്. അല്ലടാ, അവളിവിടെ കോഴ്സ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. നീ അന്വേഷിച്ചാ? എന്തോ ഒരു കോഴ്സിന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. അമ്മാവൻ പറഞ്ഞതാണ്. അമ്മാവൻ പിന്നെ അങ്ങനെ വന്ന് പറയുമ്പോൾ നമുക്കത് വേണ്ടെന്ന് പറയാൻ പറ്റുമോ? പക്ഷെ സംഗതി എന്തോ ഒരു വകതിരിവില്ലാത്തൊരു കേസാണ്. എവിടെയോ ഒരു വക്ക് പൊട്ടിയ കേസാണത്. ഒരു കുഴപ്പമില്ല, അത് നിന്റെ കണ്ണോണ്ട് നോക്കുമ്പോൾ നിനക്ക് തോന്നണതാ. എൻ്റെ കണ്ണുകൊണ്ടല്ല. നീ നമ്മളിങ്ങോട്ട് ഇറങ്ങാൻ നിൽക്കുമ്പോൾ ജമന്തിയുടെ മോൻ ശ്രദ്ധിച്ചാ? ഇല്ല. എടാ, അവള് നിന്നോട് പറഞ്ഞില്ലേ വൈകുന്നേരം വരുമ്പോൾ കറക്കാൻ കൊണ്ടുപോകണം, അപ്പടിയാണ് ഇപ്പടിയാന്നൊക്കെ പറഞ്ഞാ? അപ്പൊ ജമന്തിന് നിന്നെ തിന്നാനുള്ള ദേഷ്യം ഉണ്ടായി ജമന്തിയുടെ മുഖത്ത്. ഒരു കുഴപ്പമില്ലടോ. ഏയ്, എനിക്കത് തോന്നണില്ല. നമ്മുടെ ഈ നാട്ടിൻ പുറത്തെ ആളുകൾ ഇതൊക്കെ കണ്ടാൽ വേറെ വല്ലതും പറഞ്ഞുണ്ടാക്കൂന്ന്.
ആളുകൾക്ക് പറയാൻ പറ്റാത്തൊന്നുമില്ലല്ലോ, ആളുകൾ പറയുന്നു പറയട്ടെ. ഞാൻ പറയാനുള്ള പറഞ്ഞു, കുഴപ്പമില്ലെങ്കിൽ കുഴപ്പമില്ല. പിന്നെ എന്തേലും പ്രശ്നം വന്നിട്ട് പിന്നെ നമുക്ക് തേച്ച് മാച്ച് കളയാനൊന്നും പറ്റൂല കേട്ടാ. എന്ത് പ്രശ്നടാ? ഒരു പ്രശ്നമില്ല. പ്രശ്നമൊന്നുമില്ലെങ്കിൽ ഓക്കെ, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എനിക്കതെന്തോ ഒരു സുഖക്കുറവ് തോന്നി, ഞാനത് പറഞ്ഞു. ഒരു കുഴപ്പമില്ല. എനിക്ക് ശരിക്കും പരിചയപ്പെടാനും പറ്റിയില്ല. എന്നാ പിന്നെ നാളെ വാ, പരിചയപ്പെടുത്തി തരാം. നാളെ നേരത്തെ വരാന്നാ. സോഷ്യലാണെങ്കിൽ പിന്നെ നമ്മൾ കളയരുതല്ല. വന്നാ ഇനിയിപ്പോൾ എവിടേക്കാ പോകേണ്ടത്? ഇനി ആ മാറായിപ്പറമ്പിൽ 3-4 പോസ്റ്റ് ഉണ്ട്. എന്ത് അവിടേക്കുള്ള കയറിപ്പോക്ക് വലിയ പാടാട്ടോ. മുകളിൽ ഞാൻ കയറിക്കോളാം. മുകളിൽ അല്ലെങ്കിൽ നീ കാരണം 3 പോസ്റ്റ് ഞാൻ കയറി, അത്രയൊക്കെ തന്നെ പറ്റൂ. ഇനി പരാതി പറയണോ, എൻ്റെ ചെവിക്കന്നെ അടി കൊടുക്കും ഞാൻ. ഏണി എടുക്കുമോ? ഏണിയൊക്കെ നീ എടുക്കണം. ഇതൊക്കെ പറഞ്ഞാൽ സർവീസ് 2-3 കൊല്ലം കൂടുതലുള്ള എനിക്കാണ്. എടുത്തോ. എൻ്റെ തലക്കിടരുത്, മാറ് തലക്കിടരുത് മാറുന്ന്. പിടിക്കണോ? വേണ്ട വേണ്ട, ഞാൻ പിടിച്ചോളാം. ഇങ്ങനെയാണെങ്കിൽ അവസാനം എനിക്ക് കെട്ടിയാലുണ്ടാവില്ല. എന്താ മിണ്ടാത്തേ? ഞാൻ പറയാനാ? പിന്നെ ആരാ പറയേണ്ടത്? ഞാനും അമ്മ അന്നൊരു 100 വട്ടം പറഞ്ഞല്ലേ ഇത് വേണ്ട വേണ്ട വേണ്ടാന്ന്. അപ്പൊ നാത്തൂനായിരുന്നല്ലോ നിർബന്ധം. അതിപ്പം ഞാനിങ്ങനെ ഇങ്ങനെയൊക്കെ ആവുമെന്ന് എനിക്കറിയാവോ അമ്മേ? ഇങ്ങനെയൊക്കെ ആകുമെന്ന് എനിക്കറിയാമായിരുന്നു. അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞത്. നിന്റെ ഒറ്റ നിർബന്ധം കൊണ്ടാണ് ഞാനിത് സമ്മതിച്ചത്. ഇല്ലെങ്കിൽ സമ്മതിക്കത്തില്ല. അമ്മാവനാണ്, കിമ്മാവനാണ്. അമ്മാവന്റെ വില പോകും, വാക്കിന്റെ വില പോകും. കൂട്ടത്തിൽ ഒന്നാണ്. നമുക്കിങ്ങനെ വന്നാൽ എന്ത് ചെയ്യും? ഇപ്പൊ എന്തായി? മര്യാദക്ക് പറഞ്ഞ് അയച്ചേക്കണം ഇവിടെ നിന്ന്. ഞാൻ ഇത്രേ പറയുന്നു. അതിന് അമ്മ കുടുംബത്തിന്റെ നാഥയല്ലേ? അപ്പൊ അമ്മ പറ അങ്ങോട്ട് ഇവിടെ നിൽക്കാൻ പറ്റില്ല, വേഗം പോകാൻ പറ. അപ്പൊ അന്ന് അമ്മ പറഞ്ഞാണല്ലോ ഇവിടെ കേട്ടിട്ടുണ്ടാന്ന്. അന്നപ്പൊ അമ്മ ഈ കുടുംബത്തിന്റെ നാഥയല്ലായിരുന്നോ? അതിപ്പോ അതിപ്പോ സംഭവിച്ചോയില്ലേ? എന്റെ മനസ്സിൽ നന്മയുള്ളതുകൊണ്ടല്ലേ ഞാൻ അങ്ങനെ പറഞ്ഞത്. അമ്മാവിന്റെ ജീവിതം കളയണത് നന്മ. എന്ത് ചെയ്യും? ഇനിയിപ്പോ എങ്ങനെയാ ഇതിനെ തൂത്തു പറയാനേ? അങ്ങോട്ട് പോകാൻ പറ. ഇനി നിൽക്കണ്ട. ആ പെണ്ണും അഴകേശനും മാത്രമേ അവിടെ ഉള്ളൂ. ഒറ്റ എണ്ണത്തിനെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല. ആദ്യം ആ അമ്മാവനെ അവിടെ നിന്ന് ഇറക്കി വിടാമോ? എങ്കിൽ തന്നെ കുറെ സൗകര്യം മാസം എന്നാണ് പറഞ്ഞത്. ഞാൻ അങ്ങോട്ടൊന്നും ചെല്ലട്ടെ. എന്താ നോക്കിയിരിക്കണം? ആ എന്റെ കൂടെ അതിനെ എങ്ങനെയെങ്കിലും പറഞ്ഞു വിടണം അവിടുന്ന്. ഞാൻ എണീക്കാൻ ക്ലീറ്റാ, കുളി കഴിഞ്ഞാ ഞാൻ അപ്പുറത്തൊന്ന് പോയിട്ട് വരാട്ടാ.